ഇനി നമുക്ക് ഒരു മോഡൽ ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ ക്ലാസ്സുകളെ പ്ലെയിൻ ഓൾഡ് CLR ഒബ്ജക്റ്റ് ക്ലാസ്സസ് എന്നാണ് പറയുന്നത്. മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ആഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലാസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ ക്ലാസിൻ്റെ നെയിം കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൂവി എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മൂവി എന്ന പേരിലുള്ള മോഡൽ ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 3 പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ID എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ്. പിന്നെ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതിന് ഡെസിമലാണ് ഡേറ്റ ടൈപ്പ്. ഈ ID എന്ന് പറയുന്നത് ഡേറ്റാബേസിൻ്റെ ID ആയിട്ട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ID കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ ഫീൽഡായിട്ട് വരും. നമുക്കിനി വേറെ പ്രോഗ്രാംസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ NuGet പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടൂൾസ് എടുത്തിട്ട് അതിൽ NuGet പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിലെ പാക്കേജ് മാനേജർ കൺസോൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കമാൻഡ് സ്പെസിഫൈ ചെയ്തെടുക്കണം. ഇൻസ്റ്റാൾ പാക്കേജ് microsoft.entity-framework-core.sql server എന്നുള്ളതാണ് കമാൻഡ്. അതിനുശേഷം എൻ്റർ അടിക്കുക. ഇപ്പം നമ്മുടെ പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ NuGet പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും മനസ്സിലായെന്ന് കരുതുന്നു.